തുടരുന്നു. സുപ്രീംകോടതി ബാർ അസോസിയേഷനിൽ 1/3 ഭാരവാഹികൾ വനിതകളാകണമെന്ന് സുപ്രീംകോടതി. പുതിയ ഭരണസമിതിക്ക് നിർദ്ദേശം ബാധകമായിരിക്കും. ഭാരവാഹിത്വത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥ ബാധകമാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുന്നു. ശ്യാം ദേവരാജ് ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് നൽകും വിവരങ്ങൾ. ശ്യാം, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്? ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ.വി. വിശ്വനാഥ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാം തുടരുന്നുണ്ട്. ശ്യാം, ചെറിയ സാങ്കേതിക തകരാറുണ്ടായിരുന്നു. എന്താണ് വിശദാംശം? സുപ്രീംകോടതിയുടെ ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് ഈ മാസം 16 നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. 18-നാണ് വോട്ടെണ്ണൽ. ഇതിന് തൊട്ടുമുന്നോടിയായാണ് ഇതിൽ വനിതകളുടെ ഈ തെരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് ഒരു ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്. അതിലാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ.വി. വിശ്വനാഥൻ എന്നിവരടങ്ങുന്ന ബെഞ്ച് സുപ്രീംകോടതി ബാർ അസോസിയേഷന് ഇത്തരമൊരു ഉത്തരവ് നൽകിയത്. 1/3 വനിതാ സംവരണം, ആകെ ഉള്ള പോസ്റ്റുകളിൽ 1/3 വനിതാ സംവരണമായിരിക്കണമെന്നതാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഇത് 2024-25 വർഷത്തെ ഭരണസമിതി മുതലാണ് ഈ വ്യവസ്ഥ ബാധകമാവുക, ഈ ഉത്തരവ് ബാധകമാവുക. ഇതിന്റെ ഭാഗമായി എല്ലാ പോസ്റ്റുകളും അല്ലെങ്കിൽ ഈ ഭാരവാഹിത്വ സ്ഥാനങ്ങളും റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഒരു തവണയെങ്കിലും സ്ത്രീകൾക്ക് ലഭിക്കണം എന്ന കാര്യവും സുപ്രീംകോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതിന്റെ ആദ്യ പടിയായി ട്രഷറർ സ്ഥാനമാണ് വനിതകൾക്ക് നൽകേണ്ടത്. അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് മുതൽ അത് ബാധകമായിരിക്കും. ഇത്തവണ ട്രഷറർ പോസ്റ്റും അതിനുശേഷം പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ പോസ്റ്റുകളും റൊട്ടേഷൻ വ്യവസ്ഥയിൽ വനിതകൾക്ക് നൽകണം. 1/3 സീറ്റുകൾ വനിതകൾക്ക് നൽകണം എന്ന കാര്യമാണ് സുപ്രീംകോടതി ഒരു സംവരണമായി, സ്ത്രീ സംവരണം എന്ന നിലയിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്.